ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത ജെയ്ഷെ ഭീകരർ വിവിധ തരത്തിലുള്ള ആയുധ പരിശീലനങ്ങളും ബോംബ് പരീക്ഷണവും ഉൾപ്പെടെ നടത്തിയിരുന്നതായി ATS ഇപ്പോൾ പറയുകയാണ്. അതായത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഭീകരരാണ് ജമ്മു കാശ്മീരിലടക്കം പോയി ഭീകരാക്രമണത്തിന് പരിശീലനം നേടിയതെന്നാണ് ഗുജറാത്ത് ATS ഇപ്പോൾ പറയുന്നത്. അറസ്റ്റിലായ ഭീകരിൽ 2 പേരാണ് കാശ്മീരിൽ പ്രത്യേക പരിശീലനം നേടിയത്. AK-47 തോക്കുകളടക്കം ഉപയോഗിക്കാനായിരുന്നു ഇവർക്ക് പരിശീലനം ലഭിച്ചത്. ഈ പരിശീലനത്തിൽ ഏകദേശം 6-7 ആളുകളുണ്ട്. ഇവരെല്ലാവരും ചെറുപ്പക്കാരാണ്. അതായത് 22-24 വയസ്സുകൾ മാത്രം പ്രായമുള്ളവരാണ് ഭീകര പരിശീലനത്തിനായി ഇവർ ജമ്മു കാശ്മീരിലേക്ക് പോയത്. ഇതിനു പുറമെ ജൈവായുധ പ്രയോഗങ്ങളിലും ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് തോക്കുകൊണ്ട് ഒരു വെടിവെപ്പ് നടത്തുവാനോ അല്ലെങ്കിൽ ബോംബ് ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ചാവേർ ആക്രമണം നടത്താനോ മാത്രമല്ല ജൈവായുധ ആക്രമണം നടത്താനും കൂടാതെ ഈ വാട്ടർ ടാങ്കിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള വിഷം കലർത്തി ജനങ്ങളെ കൊല്ലുക എന്ന ലക്ഷ്യത്തിലേക്ക്, അതായത് വിവിധ തരത്തിൽ ആളുകളെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റും, അതായത് ഒരു സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ എങ്ങനെ വധിക്കാൻ പറ്റും അല്ലെങ്കിൽ കൊല്ലാൻ പറ്റും അല്ലെങ്കിൽ അപായപ്പെടുത്താൻ പറ്റും എന്ന ഒരു പരിശീലനമാണ് ഇവർക്ക് ജമ്മു കാശ്മീരിൽ നിന്നും ലഭിച്ചതെന്നാണ് ഗുജറാത്ത് ATS പറയുന്നത്. മനുഷ്യരെ അപായപ്പെടുത്താനുള്ള വിഷവാതകം നിർമ്മിക്കുന്നതിലടക്കമാണ് ഇവർക്ക് ഒരു പരിശീലനം ലഭിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അബ്ദുള്ള എന്ന ആളുടെ നേതൃത്വത്തിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഗുജറാത്ത് മൊഡ്യൂളും പ്രവർത്തിച്ചിരുന്നത്. ബോംബ് നിർമ്മാണം മുതൽ വിഷവാതകം വരെയുള്ള 40ഓളം ഭീകരാക്രമണ രീതികളിലാണ് ഇവർ പരിശീലനം നടത്തിയത്. ഇതിൽ ബോംബ് നിർമ്മിച്ച് അത് പൊട്ടിക്കുന്നതിൽ പ്രായോഗിക പരിശീലനം നേടിയിരുന്നു. ഇതിന്റെ ഭാഗമായി 8 ഇടങ്ങളിൽ രഹസ്യമായി ബോംബ് പരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് കണ്ടെത്തിയിട്ടുണ്ട്. അബ്ദുള്ള നൽകിയ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് അറസ്റ്റിലായവർ ഒരു കാറും ബൈക്കും വാങ്ങിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ സഞ്ചരിച്ചാണ് പ്രതികൾ നഗരത്തിൽ നിരീക്ഷണം നടത്തിയത്. അഹമ്മദാബാദിലെ ഏതെങ്കിലും പ്രമുഖ ഹോട്ടലിൽ ആക്രമണം നടത്താനായിരുന്നു പ്രതികളുടെ പദ്ധതിയെന്നും ഇതിനായി നിരീക്ഷണം നടത്തി വരികയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അല്ലെങ്കിൽ സന്ദർശനം നടത്തുന്ന ഹോട്ടലുകളായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ ഹോട്ടലിൽ ഒരു ഭീകരാക്രമണം നടത്താനായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നത്. ഭീകരരുടെ ഒളിയിടത്തിൽ നടത്തിയ പരിശോധനയിൽ 43 ജിഹാദി പുസ്തകങ്ങളും വിവിധ ഡിജിറ്റൽ തെളിവുകളും ATS പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവർ ബിലാൽ ഷേര എന്നയാളാണെന്ന് അതും ജെയ്ഷെ സ്ഥാപകനും കൊടി ഭീകരനുമായ മസൂദ് അസൂറിന്റെ ലേഖനങ്ങളും പ്രസംഗങ്ങളും ഇതിന്റെ വീഡിയോകളും എല്ലാം വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ATS ഇപ്പോൾ പറയുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പതാകയും നിരവധി ലേഖനങ്ങളും പണവും ATS പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 5 പേരെ ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്തത്. ഗുജറാത്ത് സ്വദേശികളായ ബിലാൽ ഷേര, മുഹമ്മദ് അയൂബ് ഖദിവാൾ, അയൂബ് സുൻസാര, ഷഫ്രിയ റാസിദ് കൂടാതെ മുഹമ്മദ് അസൻ ഖർദിയ എന്നിവരാണ് അറസ്റ്റിലായവർ. ഇവർക്ക് ജമ്മു കാശ്മീരിൽ നിന്നടക്കം ആരാണ് ഇവർക്ക് ഒരു സഹായം അല്ലെങ്കിൽ പരിശീലനം ഇവർക്ക് നൽകിയത്, ഈ 5 തീവ്രവാദികൾക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ATS അന്വേഷിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ജമ്മു ATSുമായിട്ടും അതോടൊപ്പം തന്നെ ജമ്മു പോലീസുമായിട്ടും അതോടൊപ്പം തന്നെ ജമ്മുവിലുള്ള ഇന്ത്യൻ സൈന്യവുമായിട്ടും ഇപ്പോൾ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ചിത്രങ്ങളടക്കം ജമ്മുവിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവർക്ക് ജമ്മുവിൽ താമസിക്കാനുള്ള ഒരു ഇടം നൽകിയത് അല്ലെങ്കിൽ ഇവർക്ക് ആർക്കാണ് ജമ്മുവിൽ ഇവർക്ക് പരിശീലനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് നടക്കമുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ATS കടക്കുകയാണ്. എന്നാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ ഇന്ത്യൻ സൈന്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജമ്മു കാശ്മീരിൽ ആരെങ്കിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും തീവ്രവാദികൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ പിന്നെ അവരിന് സൂര്യന്റെ വെളിച്ചം കാണില്ല എന്ന് മാത്രമല്ല അവരുടെ വീടുകൾ ബോംബ് വെച്ച് അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വീര്യം കൂടിയ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീട് അടക്കം തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇന്ത്യൻ സൈന്യം പറയുകയുണ്ടായി. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അത് ഇന്ത്യൻ സൈന്യം ചെയ്തതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായ ഒരു നീക്കത്തിലേക്ക് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല. അവരുടെ വീടടക്കം അവരുടെ സ്വത്തുക്കളടക്കം തകർക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി ഇന്ത്യൻ സൈന്യം ഒരു ഓപ്പറേഷൻ തന്നെ നടത്താൻ പോകുന്നത്. എന്തായാലും ഗുജറാത്തിൽ അതായത് അഹമ്മദാബാദിൽ ഒരു വലിയൊരു ഭീകരാക്രമണം, അതായത് മുംബൈ മോഡൽ ഭീകരാക്രമണം നടത്താനായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. അതായത് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ ഈ 5 തീവ്രവാദികൾ, അതായത് ചെറുപ്പക്കാരായ 5 ഭീകരർ നടത്തിയത്. പക്ഷെ ആ
നീക്കം ATS കൃത്യമായി തന്നെ അതിനെ തടയിട്ടു. ആ 5 ഭീകരരെയും ഇപ്പോൾ ATS ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്റലിജൻസിന് അടുത്തേക്കും അതോടൊപ്പം തന്നെ NIA-യിലേക്കും അയക്കും. അതിനുശേഷമായിരിക്കും ഇത് NIA-യും അതോടൊപ്പം തന്നെ IB-യും ഇതിന്റെ മറ്റ് നീക്കങ്ങളിലേക്ക് പോകാൻ പോകുന്നത്.